4 വർഷമായിട്ട് ഞങ്ങൾക്ക് ചക്ക കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വർഷം കഴിഞ്ഞോടുകൂടി തന്നെ ഇത് കായ്ച്ചിട്ടുണ്ട്. ഇത് കവറിൽ തന്നെയാണ് മരം, കവറിൽ തന്നെയാണ്. കായുള്ള അഭിയാണ് ഇട്ടത്. ഇതാ ഇത് വീണ്ടും പൂത്തുകൊണ്ടിരിക്കുകയാണ്. റംബൂട്ടാൻ 750 രൂപയുള്ളൂ കേട്ടോ. നിങ്ങൾ എവിടെ പോയാലും 750 രൂപയ്ക്ക് കിട്ടുമെന്ന് ഉള്ള പ്രതീക്ഷ എനിക്കില്ല. കാരണം എന്താ പറയുക, ഇത് ഏറ്റവും കുറഞ്ഞ റേറ്റ് ആയിട്ടാണ് പോകുന്നത്. വിയറ്റ്നാമിൻ്റെ മുകളിൽ ചക്കയുള്ള വലിയ പ്ലാവുകളാട്ടോ ഇതൊക്കെ. വലിയ പ്ലാവിന് ഞങ്ങൾ 1000 രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത്. ഇത് പുളിക്കൽ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രമാണ്. കർഷക സേവന കേന്ദ്രത്തിൽ എല്ലാവിധ തൈകളും വിൽപ്പനയ്ക്കുണ്ട്. ഒരു കൊടക്കീഴിൽ കർഷകർക്ക് വേണ്ടതെല്ലാം കൊടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഞങ്ങൾ ആദ്യം ആലോചിച്ചിരുന്നെങ്കിൽ എന്നത് ഒരു പരിധിവരെ വിജയിപ്പിക്കാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. തുടർന്ന് ഞങ്ങൾ അതിനുള്ള പ്രവർത്തനങ്ങളിലാണ്. വളരെയധികം മുന്നോട്ട് പോകാനുണ്ട്. ഞങ്ങളത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ്. നല്ല കാഴ്ച നിൽക്കുന്ന ഫ്രൂട്ട്സ് പ്ലാന്റ് അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ തന്നെയാണിത്. മാത്രമല്ല വിലക്കുറവിലും എനിക്ക് നല്ലൊരു അനുഭവം തോന്നിയിട്ടുള്ള നല്ലൊരു നേഴ്സറി തന്നെയാണിത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് വിയറ്റ്നാം പ്ലാവാണ്. ഇത് ഞങ്ങൾ 4 വർഷമായിട്ട് ഞങ്ങൾക്ക് ചക്ക കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വർഷം കഴിഞ്ഞോടുകൂടി തന്നെ ഇത് കായ്ച്ചിട്ടുണ്ട്. ഇത് കവറിൽ തന്നെയാണ് മരം, കവറിൽ തന്നെയാണ്. ഞങ്ങൾ കൊണ്ടുപോയി തന്നെ ചക്ക ഉണ്ടായതാണ്. ഈ ഒരു പ്ലാവ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ഇതാ ഈ പ്ലാവിൻ്റെ മുകളിൽ ഇതാ ചക്ക, ചെറിയൊരു പ്ലാവ്. ഇത് കഴിഞ്ഞ പോലെ കൂടുതൽ ചക്ക ഉണ്ടായിട്ട് കമ്പ് പൊട്ടിപ്പോയതാണ്. ഇപ്രാവശ്യം വീണ്ടും ഇതിൻ്റെ മുകളിലൊക്കെ ചക്കയായിട്ടുണ്ട്. താങ്ങാൻ കഴിയാത്ത രീതിയിലേക്കാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ ഇതാ ഇതിൻ്റെ മുകളിൽ ചക്ക തന്നെയാണ്. വിയറ്റ്നാമിൻ്റെ പ്ലാവാണ്. ഇത് 150 രൂപ മുതൽക്കുള്ള ചക്ക തൈകൾ ഇവിടെ വിൽപ്പനയിലുണ്ട്. 1000 രൂപൻ്റെ വരെയുള്ള തൈകൾ ഞങ്ങൾ വിൽപ്പന രംഗത്തിപ്പോൾ ഉണ്ട്. ഇത് 2 കവറിൽ തന്നെ ഇരിക്കണം അല്ലേ? അത് 2 കവറിലാണ്. കവറിൽ വേര് ഇവിടെ പിടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത് കൊണ്ടുപോയി അവിടുന്ന് കവറിന് പിടിച്ചപ്പോൾ അവിടെ നിർത്തിയാണ്. ഇതിന്റെ ചെറിയ തൈകൾ നമുക്കിവിടെ സ്റ്റോക്ക് 150ന്റെ തൈകൾ നല്ല തൈ ഉണ്ട് കേട്ടോ. 150 രൂപ സ്റ്റോക്ക് അവൈലബിൾ അല്ലേ? ഞങ്ങൾ കാണിച്ചു തരാം. ഓക്കെ. വിയറ്റ്നാമിൻ്റെ മുകളിൽ ചക്കയുള്ള വലിയ പ്ലാവുകളാട്ടോ ഇതൊക്കെ. വലിയ പ്ലാവിന് ഞങ്ങൾ 1000 രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത്. ഇതിൻ്റെ 150 രൂപൻ്റെ നല്ല തൈകളുണ്ട്. 150 രൂപൻ്റെ തൈ കൊണ്ടുപോയി വെച്ചാൽ നിങ്ങൾക്ക് അടുത്ത കൊല്ലം അത് ചക്കയിലേക്ക് കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ കഴിയും. അത് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്താണെങ്കിൽ ഒരു വർഷം കൊണ്ട് ചക്ക ഉണ്ടാവും കേട്ടോ. അല്ലേ, ഇതൊക്കെ ചക്കയിലേക്ക് വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ മണ്ണിലാണെങ്കിൽ നന്നായിട്ട് വലിയ ചക്കയിലേക്ക് തന്നെ വരും. ഒരു വർഷം കൊണ്ട് വലിയ ചക്ക തന്നെ ആവും. ഈ സൈസ് നമുക്ക് 1000 രൂപ. 1000 രൂപൻ്റെ വലിയ പ്ലാവ്. 150 രൂപൻ്റെ പ്ലാവ് കാണിച്ചു തരാം. 150 വിയറ്റ്നാമിൻ്റെ പ്ലാവ് 150ൻ്റെ പ്ലാവാണ്. ഇതിൻ്റെ 300ൻ്റെ 350ൻ്റെ 300ൻ്റെ 250ൻ്റെ ഒക്കെ പ്ലാവ് നല്ല തൈകളുണ്ട് കേട്ടോ. അത് ഞാൻ അവിടെ കാണിച്ചു തരാം, ഒന്ന് കണ്ടുപോവാം. ഇത് ഒരു വർഷം കൊണ്ട് ചക്കയിലേക്ക് വരും കേട്ടോ. ഒരു വർഷം കൊണ്ട് അടുത്ത വേനലിലേക്ക് ചക്കയിലേക്ക് വരും. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലമാവണം. നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കരുത്. നല്ല സൂര്യപ്രകാശം ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയാൽ നമുക്കൊരു വർഷം കൊണ്ട് ചക്കയിലേക്ക് വരും. ഈ കാണുന്നതൊക്കെ അതെ 150 രൂപൻ്റെ പ്ലാവുകളാണ് കേട്ടോ. ഇത് ഡാങ്സൂര്യ പ്ലാവാണ്. ഇത് 3-ാം വർഷം കായ്ക്കുന്ന ഉറപ്പിച്ച് കൊണ്ടുപോയി വെക്കാം. നന്നായിട്ട് ആളുകൾ ഇത് കൃഷിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ പ്ലാവ്. അതുപോലെ തന്നെ J33 നന്നായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. J33ൻ്റെ 1000ൻ്റെ പ്ലാവാണ് ഉള്ളത്. അവിടെ 350ൻ്റെ നല്ല തൈകൾ അവിടെ കാണാനുണ്ട്. പിന്നെ വിയറ്റ്നാമിൻ്റെ വെറൈറ്റിയാണിത്. ഇത് ഡാങ്സൂരിൻ്റെ വലിയ പ്ലാന്റുകളാണ്. ഇത് J33 ഓങ്ക്രോണിൻ്റെ നല്ല പ്ലാവുകളാണ്. ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് കൊണ്ടുപോയി കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാൻ കഴിയും. ഇത് നന്നായിട്ട് ആളുകൾ ഇത് കൃഷി ചെയ്യണ്ട കേട്ടോ. ഇവിടുന്ന് വയനാട്ടിലേക്കൊക്കെ 100-ൽ കൂടുതൽ തൈകൾ ഓരോ പ്ലോട്ടിലേക്ക് പോയതുണ്ട്. ഇപ്പോൾ ഇന്നലെ ഒരു 40 സെൻറ്റിലേക്ക് വിയറ്റ്നാമിൻ്റെ ഈ പ്ലാവാണ് കൃഷി ചെയ്യാൻ പോകുന്നത് അയാൾ. അത് ഇടിച്ചക്ക മാർക്കറ്റിൽ കൊടുക്കാൻ വേണ്ടി ഒരു അധ്യാപനാണ്. ഇടിച്ചക്ക മാർക്കറ്റിൽ കൊടുക്കണമെന്ന ചിന്തയിലാണ് അദ്ദേഹം അത് തുടങ്ങുന്നത്. 40 സെൻറ്റിൽ ഇത് കൃഷി ചെയ്യാൻ പോവുകയാണ്. പത്തനം ഒരു ഇനം പ്ലാവാണിത്. ഇത് ഇടിച്ചക്ക എടുത്തുകൊണ്ട് മാർക്കറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് വിജയകരമാക്കി ചെയ്യാൻ കഴിയും. ആർക്കെങ്കിലും അത് സംശയം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെ കാരാളിൽ നല്ലൊരു തോട്ടത്തിൽ ഈ ഇടിച്ചക്ക കൊടുത്തുകൊണ്ട് പോകുന്നൊരു സ്ഥിതി ഉണ്ട്. അത് കാണിച്ചു കൊടുക്കാനും കഴിയും കേട്ടോ. കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും താല്പര്യത്തോടു കൂടി എടുത്ത് ചെയ്യാൻ പറ്റുന്നത്. 150ൻ്റെ പ്ലാവ് ഇപ്പം ഞാൻ നിങ്ങൾക്കവിടെ കാണിച്ചു തന്നു വിയറ്റ്നാമിൻ്റെ. ഇത് 250ആണ്. 250ൻ്റെ അവിടെ കാണുന്നൊക്കെ വലിയ വലിയ പ്ലാവുകൾ ഉണ്ട് കേട്ടോ. അതിൽ 250നാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 250, 350, 1000 വരെയുള്ള പ്ലാവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. നേരത്തെ 1000ൻ്റെ പ്ലാവ് അവിടെ കണ്ടല്ലോ. അത്തരം എല്ലാ പ്ലാവുകളും ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും ഇവിടുന്ന് കൊണ്ടുപോയി കൃഷി ചെയ്യാൻ കഴിയും.
ഈ വിയറ്റ്നാം പ്ലാവൊക്കെ വീട്ടുമുറ്റത്ത് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു കുട്ടികൾക്കൊക്കെ സന്തോഷത്തിൽ ഉണ്ടാക്കുന്ന ഒരു പ്ലാവ് കൂടിയാണ്. കാരണം ഒരു ചക്ക വീട്ടുമുറ്റത്ത് തന്നെ പറിച്ചെടുക്കാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞാൽ ഏത് പഴം വീട്ടുമുറ്റത്ത് നിന്ന് പറിച്ചെടുക്കുമ്പോൾ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ അത്തരം ഒരു കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഇതൊക്കെ കൊണ്ടുപോകാൻ, ഈ പഴവർഗ്ഗങ്ങളൊക്കെ കൊണ്ടുപോകാൻ കഴിയും. ഇത് നമ്മൾ കൊണ്ടുപോയി വെച്ചാൽ ഈ വർഷം തന്നെ ചക്കയിലേക്ക് വരാൻ സാധ്യതയുള്ള കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ ചിലതിലൊക്കെ ചക്ക ഇതാ അല്ലേ ചക്ക. ഇതൊക്കെ ഈ വേനലിൽ ചക്കയിലേക്ക് വരും. 750 രൂപൻ്റെ പ്ലാവുകളാണ് കേട്ടോ. 750 രൂപയുള്ളൂ. റംബൂട്ടാൻ N80. ഈ N80ൻ്റെ ഈ തൈ ആർക്ക് വേണമെങ്കിലും കൊണ്ടുപോയി കൃഷി ചെയ്യാൻ പറ്റും. 225 രൂപയുള്ളൂ കേട്ടോ. നല്ല തൈകളാണ്. ഇത് 3-ാം വർഷം കായ്ക്കുന്ന ഉറപ്പിച്ച് തന്നെ കൊണ്ടുപോയി കൃഷി ചെയ്യാം. നല്ലിനം തൈകളാണ് ഈ കാണുന്നത് കേട്ടോ. ഇതിന്റെ വലിയ തൈകൾ സ്റ്റോക്ക് ഉണ്ടോ അവിടെ? ഉണ്ട്. ഓങ്ക്രോണ്ടേന് 350 ആണ്. ഓങ്ക്രോണ്ട തൈയും കാണിച്ചു തരാം, അതിന്റെ വലിയ തൈകളും കാണിച്ചു തരാം. ഇതിലെല്ലാ ഇനം ഉണ്ട് കേട്ടോ. E35, N80, മൽവാന, സ്കൂൾ ബോയ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഇതുണ്ട്. ഇതൊക്കെ 350 രൂപൻ്റെ തൈകളാണ്. ഇതാ ഓങ്ക്രോണ്ടയാണ്. ഓങ്ക്രോണ്ട തൈ എല്ലാ പല ഭാഗങ്ങളിൽ ഞങ്ങൾക്ക് ഓർഡർ വരാറുണ്ട്. ചോദിച്ചു വരുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഓങ്ക്രോണ്ട ഇത്തരം തൈകൾക്കൊക്കെ 350 രൂപയുള്ളൂ. ആർക്ക് വേണമെങ്കിലും ഇത് കൊണ്ടുപോകാം. വീട്ടിൽ കൊണ്ടുപോയി കൃഷി ചെയ്താൽ 3-ാം കൊല്ലം കായ്ക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് കൊടുക്കാൻ കഴിയും. ഇത് കൃത്യമായിട്ട് അത് ഞങ്ങളെ അനുഭവം അതാണ്. ഇവിടുന്ന് കൊണ്ടുപോയിട്ട് റംബൂട്ടാൻ കൊണ്ടുപോയിട്ട് കായ്ക്കാത്ത ആരും ഇല്ല. എല്ലാ ആളുകൾക്കും കായ്ച്ചിട്ടുണ്ട്. ഇനി വെയിൽ, സൂര്യപ്രകാശം അത്യാവശ്യം വേണം. തനി മരച്ചോലൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ വേണ്ടത്ര വിജയകരമല്ലാതെ പോകുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ കൃഷി ചെയ്യണം എന്നുള്ളത് ഇവിടെ വരുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ. അതിൽ ഏത് സാധനം കൃഷി ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ബോധവൽക്കരണം നടത്തിയിട്ട് തന്നെയാണ് ഞങ്ങൾ അത്തരം ആളുകളെ പറഞ്ഞു വിടാറുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആളുകൾ ചോദിച്ചു വരുന്നുണ്ട്. നന്നായിട്ട് ആളുകൾ സാധനം കൊണ്ടുപോകുന്നുണ്ട്. ഇവിടുന്ന് കൊണ്ടുപോയ ആളുകൾ അതേ രീതിയിൽ തന്നെ ഞങ്ങൾ പറയുന്ന രീതിയിൽ തന്നെ ഇത് കൃഷി ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അത് ഏറ്റവും ഗുണകരമായ രീതിയിൽ തന്നെയാണ് അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു പോകുന്നത്. അത് കർഷകർ അത് ഏറ്റെടുത്ത് ആ രീതിയിൽ തന്നെ അവർ ചെയ്യുന്നുണ്ട്. ഇതേ റംബൂട്ടാൻ 750 രൂപയുള്ളൂ കേട്ടോ. നിങ്ങൾ എവിടെ പോയാലും 750 രൂപയ്ക്ക് കിട്ടുമെന്ന് ഉള്ള പ്രതീക്ഷ എനിക്കില്ല. കാരണം എന്താ പറയുക, ഇത് ഏറ്റവും കുറഞ്ഞ റേറ്റ് ആയിട്ടാണ് പോകുന്നത്. ഞങ്ങളുടെ അടുത്ത് നന്നായിട്ട് മരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വലുതാക്കി എടുത്ത് 750 രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത്. ഇതൊക്കെ 750 രൂപയ്ക്ക് കൊടുക്കുന്നതാണ്. ഇത് അടുത്ത വർഷം കായ്ക്കെന്ന് ഉറപ്പിച്ച് കൊണ്ടുപോയി വെക്കാം. ഇപ്പം തന്നെ ഞങ്ങൾ കട്ട് ചെയ്ത് ബുഷാക്കി നിർത്തിയാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ കമ്പുകളൊക്കെ ആയി മാറിയിട്ടുണ്ട്. ഇത് ഇനി കൊണ്ടുപോയി വെച്ചാൽ അടുത്ത വല്ലാതെ വിഴുകാതെ തന്നെ ആർക്കും കായ പറിക്കാൻ കഴിയുന്ന മരം അവനവൻ്റെ പറമ്പിൽ കിട്ടും എന്ന് ഉറപ്പിക്കാൻ കഴിയുന്നത് ഇനാണിത്. N80 അല്ലേ? N80 ഉണ്ട്, E35 ഉണ്ട്, മൽവാനുണ്ട്, റോങ് ഗ്രീൻ ഉണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. അതൊക്കെ നല്ല നല്ല മരങ്ങളാണ്. ഇതിൻ്റെ എല്ലാ വെറൈറ്റി ഉണ്ട്. എല്ലാ വെറൈറ്റി ഇതേ വലുപ്പമുള്ള മരങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. 250 രൂപൻ്റെയാണിത്. നല്ല തൈകൾ. ഇതൊക്കെ കൊണ്ടുപോയി വെച്ചാൽ തന്നെ അടുത്ത കൊല്ലത്തേക്ക് ഇതിൻ്റെ മുകളിൽ കായതാ. ഇതിപ്പോൾ പൂവായി തുടങ്ങി. ഇത് ഏത് വെറൈറ്റി സപ്പോർട്ട് ചെയ്ത്? ഇത് ക്രിക്കറ്റ് ബോൾ ആണ് കേട്ടോ. ക്രിക്കറ്റ് ബോൾ. ബനാന സപ്പോർട്ട് അതാ ഓങ്ക്രോണ്ടത്. ബനാന സപ്പോർട്ട് കായുള്ള സപ്പോർട്ട് ഉണ്ട് കേട്ടോ ഞങ്ങളുടെ അടുത്ത്. താഴത്ത് കായുള്ള സപ്പോർട്ട് ഉണ്ട്. ഇതൊക്കെ ഓങ്ക്രോണ്ട് ബനാന സപ്പോർട്ടാണ്. ഇത് കായ വന്നതന്നെയല്ലേ? അത് അതിന് ആയിട്ടുണ്ട്. അത് കായായിരിക്കും വന്നു. ആദ്യം ഇത് ഉരുണ്ടിട്ടാണ് ഉണ്ടാവുക. പിന്നെ നീളം കൂടി വരും. കായക്ക് നീളം കാണേണ്ടത്. നമുക്ക് എത്ര രൂപക്ക് കൊടുക്കുക ഇതൊക്കെ? ഇത് 400-നാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ക്രിക്കറ്റ് ബോൾ 250-നാണ് കൊടുക്കുന്നത്. സപ്പോർട്ട 450 കേട്ടോ. ഇത് അധികം മരങ്ങളും കായുള്ള മരങ്ങൾ തന്നെ കൊണ്ടുപോവാം. ഇപ്പം തന്നെ ഇത് കാണാം. ഇതൊക്കെ കണ്ടില്ലേ കായ? പിന്നേക്കാളും വലിപ്പമുള്ള മരമാണ്. താഴത്തേക്കുള്ളതൊക്കെ അതേ സൈസ് മരമാണ്. ഇത്തരം മരങ്ങൾ ആളുകൾ നന്നായിട്ട് ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. കായുള്ള മരങ്ങളെ തന്നെ കൊണ്ടുപോകാൻ കഴിയും. ഇത് അബിയോ, ഇത് അബിയോ 300-ൻ്റെയാണ്. ഇത് ഏതാ അബിയൂത്? ഇത് ഞങ്ങൾ ഓങ്ക്രോണിന്ന് കൊണ്ടുവന്നതാണ്. ഇത് കായ്ക്കുന്നുണ്ട്. ഞങ്ങളിവിടെ മരങ്ങൾ ഞാൻ താഴത്ത് കാണിച്ചു തരാം. ഞങ്ങൾ അവിടെ വിട്ട മരങ്ങളൊക്കെ കായായിട്ടുണ്ട്. ഞങ്ങൾ 1000 രൂപയ്ക്ക് കൊടുക്കുന്നതിൽ ഒരുവിധം മരങ്ങളൊക്കെ ഇപ്പം കയറി പോയിട്ട് 1000 രൂപേൻ്റെ മരങ്ങൾ ഒക്കെ ഓങ്ക്രോണിൽ നിന്ന് ഞങ്ങൾ എടുത്തു. ഇതാണ് ഓങ്ക്രോണിൻ്റെ ടാഗ്. ഈ ടാഗുള്ള മരങ്ങളാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് 500 രൂപയ്ക്കാണ് ഇത്തരം മരങ്ങൾ കൊടുക്കുന്നത്. ഇതിൻ്റെ ചെറുതിന് 300 രൂപയുള്ളൂ. പിന്നെ അവിടെ കായുള്ള മരങ്ങളെ ഇതിനുള്ളിൽ നമുക്ക് കായുള്ളൊക്കെ ആളുകൾ തിരഞ്ഞു പോയിണത്. എങ്കിൽ പോലും നമുക്കൊന്ന് കാണാം. ഇതൊക്കെ 1000-ൻ്റെ മരങ്ങളാണ്. ഇതിനുള്ളിൽ കായുള്ളത് ഇങ്ങനെ ഏകദേശമൊക്കെ എടുത്തു പോയതാണ്. ഞങ്ങളിങ്ങനെ മരം വീണ്ടും വീണ്ടും ഒതുക്കി വെക്കുന്നതാണ്. കായുള്ള അബിയാണ് ഇട്ടത്.
ഇത് വീണ്ടും പൂത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒരുപാട് കായ പറിച്ചെടുത്ത മരമാണ്. നല്ല വെയിലത്തേക്ക് കൊണ്ടുപോയി വെക്കാൻ വേണ്ടി ഇവിടെ മാറ്റി വെച്ചതാണ്. ഇപ്പോഴും ചട്ടിയിലാണ് നിൽക്കുന്നത്. നന്നായിട്ട് കായലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഇത് നിറയെ പൂവാണ്. ഈ പൂവൊക്കെ തന്നെ അതേപോലെ കായ ഉണ്ടാവും. ഇടവിട്ട് ഇങ്ങനെ കായ കിട്ടാറുണ്ട് ഇതിൻ്റെ മുകളിൽ. അതൊക്കെ നിറയെ പൂവാണ്. അതിൽ മുട്ടുകളാണ്. ഒരാസപ്പം 600 രൂപൻ്റെ ചെറിയ തൈകളുണ്ട്. പിന്നെ അതിൻ്റെ വലുത് 1000 രൂപൻ്റെ വലിയ മരങ്ങളുണ്ട്. കായലിലേക്ക് വരാനായ മരങ്ങളുണ്ട് ഇതിൽ കേട്ടോ. താഴത്ത് വലിയ മരം അവിടെ ഉണ്ട്. ഇത് പേര അത് ജപ്പാൻ പേരയാണ്. പേര കായ ആയത് താഴത്തുണ്ട്. ഒരു പോക്ക് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ പോരാം. മാംഗോസ്റ്റിന് 250 രൂപ. ഇത് ചെറിയ തൈ 250 ഉള്ളൂ. 250 നിന്ന് തുടങ്ങി 6000 വരെയുള്ള മാംഗോസ്റ്റിന് ഞങ്ങളുടെ കയ്യിൽ വിൽപ്പനയ്ക്ക് ഉണ്ട് കേട്ടോ. ഇത് 600-ൻ്റെയാണ്. പിന്നെ 2000 അങ്ങനെ പോവാണ്. 4000 വലിയ മരമുണ്ട്. 6000-ൻ്റെ വരെ വിൽപ്പനയിലുണ്ട്. ചായായ മരം വരെ ഞങ്ങൾക്ക് ഇവിടുന്ന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ലോങ്ങൻ. ഇത് 4 സീസണാണ്. വൈറ്റ് ലോങ്ങൻ, പിങ്കോങ്, അതിനുള്ള ഒരുപാട് വെറൈറ്റികൾ ഇതിലുണ്ട് കേട്ടോ. എല്ലാ ഇനം ഒരുപാട് ഇനങ്ങൾ തന്നെ ലോങ്ങനിൽ ഇപ്പോൾ ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. ഇത് ലോങ്ങനാണ്. ഞങ്ങൾ ഓങ്ക്രോണിൽ നിന്ന് വാങ്ങിയൊരു മരം ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ്. ഇത് കായ്ച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ പലപ്പോഴും കായുണ്ട്. ഇവിടുന്ന് കൊണ്ടുപോയി മണ്ണിൽ വെച്ച ആളുകൾക്ക് നന്നായിട്ട് കായ്ക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല വെറൈറ്റി പഴമാണ്. അതൊന്ന് കഴിച്ചു നോക്കി. പീനട്ട് ബട്ടർ. അതിന്റെ ഒരു മദർ പ്ലാന്റ് അതല്ലേ? അതിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ ചെറിയ തൈകൾ ഇവിടെ അവൈലബിൾ ആണ്. ഉണ്ട് 100 രൂപയ്ക്ക് ഇതിന്റെ തൈ ഞങ്ങൾ വിൽപ്പനയിലുണ്ട്. പീനട്ട് ബട്ടർ നമുക്ക് കഴിക്കാൻ നല്ല ഇതാണ്. നല്ല ഒരു രുചിയുള്ള പഴം തന്നെയാണത്. ഇതിൻ്റെ ഉള്ളിൽ എല്ലാവിധ സാധനങ്ങളും വിൽപ്പനയ്ക്ക് ഉണ്ട് കേട്ടോ. ഇത് പല ഇനം സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കൊടുക്കാൻ കഴിയും. ലോങ്ങൻ കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ സപ്പോർട്ടയിൽ തന്നെ വ്യത്യസ്ത ഇനം സപ്പോർട്ടുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. മാവിലാണെങ്കിൽ ഒരുപാട് ഇനം മാവുകൾ, വെറൈറ്റി മാവുകളുണ്ട്. അപ്പോൾ എല്ലാ സാധനങ്ങളും ഇതിൽ വിൽപ്പനയ്ക്കായിട്ടുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുള്ള ആളുകൾക്ക് എപ്പോൾ വന്നാലും ഇതൊന്ന് സാധനം എടുത്ത് പോകാൻ കഴിയുന്ന ഒരു അവസ്ഥയിലുണ്ട് കേട്ടോ.